നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറിന്റെ സ്വന്തം സഹോദരിയുടെ മോനാണ് ദീപക്. എന്നിട്ടും അവൻ ചെയ്ത തെറ്റ് തിരുത്തിച്ച് വർമ്മ സാർ അവനെ കൊണ്ട് അച്ഛനോട് മാപ്പ് പറയിപ്പിച്ചു. വർമ്മ സാറിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. വർമ്മ സാറിന്റെ മനസ്സ് മറ്റാരെക്കാളും എനിക്ക് നല്ലോണം അറിയാം. ദീപക് ചെയ്ത വിവരമില്ലായ്മയ്ക്ക് വർമ്മ സാറിനോട് എനിക്കുള്ള ആത്മബന്ധവും അദ്ദേഹം എനിക്ക് തന്ന ജോലി ഉപേക്ഷിക്കാൻ എനിക്കാവില്ലമ്മേ. ഈ പെണ്ണിങ്ങനെ കാശിലവാക്കാൻ തുടങ്ങിയ എവിടെ ചെന്ന് അവസാനിക്കും എന്റെ പത്മനാഭ? യോ യോ എന്റെ ചെവിയുടെ ഡയഫ്രം പോയല്ലോ എന്റെ പൊന്നുമോളെ. നിനക്ക് അച്ഛാ അത് കുറച്ച് സൗമ്യമായിട്ട് വിളിച്ചാലെന്താ? എന്റെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുക. സൗമ്യത അല്പം കുറയും. എന്താണ് എന്റെ പൊന്നുമോളുടെ പ്രശ്നം? പറ. അച്ഛാ, ഒരു മകളായ എന്റെ ചെലവുകൾ നോക്കേണ്ടതും എന്നെ സംരക്ഷിക്കേണ്ടതും ആരുടെ കടമയാ? അത് എന്റെ കടമയാണ്. അപ്പോ നാളെ എന്റെ ഭർത്താവും അച്ഛന്റെ മരുമകനും ആവാൻ പോകുന്ന ആ ആളിന്റെ സംരക്ഷണത്തിലും അച്ഛന് ഉത്തരവാദിത്വമുണ്ട് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ഉണ്ട്. ഉണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. ഇപ്പൊ എന്റെ പൊന്നുമോളുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം തെളിച്ചു പറ. രാജു ഇനി ആ മന്ത്രിയുടെ വീട്ടില് ജോലിക്ക് പോകാൻ പാടില്ല. അപമാനിതനായും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ രാപ്പകലില്ലാതെ രാജു അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക. എന്റെ രാജു അങ്ങനെ ആർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതാണോ കാര്യം? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? രാജുവിന് അച്ഛനൊരു ജോലി നൽകണം. ചിട്ടി കമ്പനിയിലോ വീടുകളുടെ വാടക പിരിക്കാനോ അച്ഛന്റെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ രാജുവിനെയും കൂടി കൂട്ട്. അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയണ്ട. എന്റെ രാജുവിന് സമാധാനം വേണം. അഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം വേണം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ? നീ പോയി രാജുവിനെ ഇനി വിളിച്ചോണ്ട് വാ, ഞാൻ സംസാരിക്കാം. അപ്പോ അച്ഛൻ രാജുവിന് ജോലി കൊടുക്കൂ? എന്താ സംശയം? അവൻ മിടുക്കനും ചുറുചുറുക്കുള്ള ആൺകുട്ടിയല്ലേ, എന്റെ ഭാവി മരുമകൻ. അവന് ജോലി നൽകിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് ജോലി നൽകാനാ? നീ പോയി രാജുവിനെ കൂട്ടിക്കൊണ്ടുവാ. അല്ലെങ്കിലേ അത് വേണ്ട, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ അത് രാജുവിന് കുറച്ചിലായാലോ. നമുക്കേ അങ്ങോട്ട് പോയി സംസാരിക്കാം. ശരി, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം. താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. അല്ല, നീ ഇതെങ്ങോട്ടാ? ഞാൻ എന്നും എങ്ങോട്ടാ പോവാറുള്ളത്? അങ്ങോട്ട് തന്നെ. വർമ്മ സാറിന്റെ വീട്ടിലേക്കാണോ? അതെ. ദേ രാജു, ഇനി നീ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇനിയൊരു 2 ദിവസത്തേക്ക് നിന്നെ എങ്ങോട്ടും വിടണ്ടെന്ന് പറഞ്ഞിട്ടാ അച്ഛൻ പോയത്. അച്ഛൻ എങ്ങോട്ട് പോയി? ഡോക്ടർ അങ്കിളിന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോണോന്ന് പറഞ്ഞ് അച്ഛനെ വന്ന് വിളിച്ചോണ്ട് പോയി. ഒരുപാട് ദൂരെ വണ്ടി ഓടിക്കാൻ വയ്യ, പ്രായമായി, ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഓട്ടോ മേടിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ നിന്നെ പേടിച്ചിട്ടായിരിക്കും. ഡോക്ടർ അങ്കിൾ വന്ന് വിളിച്ചപ്പോഴേ ദൂരയാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി, ലോങ് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് അച്ഛൻ പെട്ടെന്നങ്ങ് പോയി. എന്ന് തിരിച്ചു വരുമെന്നല്ലെന്ന് പറഞ്ഞു. 1-2 ആഴ്ചയാവോന്നാ പറഞ്ഞ്. അപ്പോ നമ്മുടെ ഓട്ടോ തൽക്കാലം നമ്മുടെ ദാമോട്ടിന് ഓടിക്കാൻ കൊടുത്തിട്ട് അച്ഛൻ പോയേ. പോകാൻ നേരം അച്ഛൻ പറഞ്ഞ കാര്യം നീ ഇവനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. നിനക്കിനി അവിടുത്തെ ജോലി വേണോ മോനെ? അവിടെ നടന്നൊന്നും നീ മറന്നിട്ടില്ലല്ലോ. എന്തു വലിയ അപമാന അവിടെ എല്ലാവർക്കും ഉണ്ടായത്. ഞങ്ങളുടെ കാര്യം പോട്ടെ, ആ പയ്യൻ എന്തു മോശമായിട്ട് അച്ഛനോട് പെരുമാറിയത്. കണ്ണീച്ചോറില്ലാത്തവൻ. അവന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പാ വരുന്നത്. അമ്മേ, ഞാൻ എത്ര വട്ടം പറഞ്ഞു, വർമ്മ സാറിന്റെ സ്വന്തം സഹോദരിയുടെ മോനാണ് ദീപക്. എന്നിട്ടും
അവൻ ചെയ്ത തെറ്റ് തിരുത്തിച്ച് വർമ്മ സാർ അവനെ കൊണ്ട് അച്ഛനോട് മാപ്പ് പറയിപ്പിച്ചു. വർമ്മ സാറിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. വർമ്മ സാറിന്റെ മനസ്സ് മറ്റാരെക്കാളും എനിക്ക് നല്ലോണം അറിയാം. ദീപക് ചെയ്ത വിവരമില്ലായ്മയ്ക്ക് വർമ്മ സാറിനോട് എനിക്കുള്ള ആത്മബന്ധവും അദ്ദേഹം എനിക്ക് തന്ന ജോലി ഉപേക്ഷിക്കാൻ എനിക്കാവില്ലമ്മേ. നീ നന്നായി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും മോനെ. ഇക്കാര്യത്തില് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലമ്മേ. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മുഴുവൻ കഴിച്ചിട്ട് പോ മോനെ. മതിയമ്മേ, നേരം വൈകി. രാജു, രാജു. പിള്ളച്ചേട്ടനോ? ഇതെന്താ പതിവില്ലാതെ? എന്താ മോളെ? ഞാൻ വന്നതേ രാജുവിനോടൊന്ന് സംസാരിക്കാന്. പറഞ്ഞു രവിയേട്ടാ, എന്താ കാര്യം? രാധമ്മയ്ക്ക് അറിയാമല്ലോ, എന്റെ മക്കള് എന്റെ അടുത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞ എന്ത് വില കൊടുത്തും ഞാനത് സാധിച്ചു കൊടുക്കും. എന്റെ മകള് ഇന്ന് എന്നോട് അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞു. എന്നെ കൊണ്ടത് സാധിക്കുന്ന കാര്യമായതുകൊണ്ട് അവക്കത് സാധിച്ചു കൊടുക്കാമെന്ന് അവളോട് ഞാൻ സമ്മതിച്ചു. പക്ഷേ രാജുവിന്റെ അഭിപ്രായം അറിഞ്ഞാലേ അത് നടക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ. രവിയേട്ടൻ വളച്ചു കേട്ടതെ എന്താ കാര്യമെന്ന് വെച്ചാ പറഞ്ഞോ. വർമ്മയുടെ വീട്ടിൽ സംഭവിച്ചതൊക്കെ എന്റെ മോൾ എന്നോട് പറഞ്ഞു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി രാജു എന്തിനാ ആ വർമ്മയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത്? അതിന്റെ ആവശ്യം ഇനിയുണ്ടോ? ഇവൾ എന്നോട് രാജുവിനൊരു ജോലി നൽകണമെന്ന് പറഞ്ഞു. ചെറിയൊരു ജോലി എന്ന് രാജുവിനെ കൊച്ചാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ബിസിനസ് മൊത്തം രാജുവിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാ. മോശമില്ലാത്ത ഒരു ശമ്പളം രാജുവിനെ എഴുതിയെടുക്കുകയും ചെയ്യാം. എന്താ? രാജുവിന് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ രാജുവിന് പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കാം. രവിയേട്ടന്റെ നല്ല മനസ്സിന് നന്ദി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വർമ്മ സാറിന്റെ വീട്ടില് വലിയ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ തോന്നിയാൽ ഉറപ്പായും രവിയേട്ടന്റെയോ മറ്റാരുടെയെങ്കിലോ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. രാജു പ്ലീസ്, രാജുവിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങളിതൊക്കെ പറയുന്നത്. രമ്യ, എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. അമ്മേ, ഋതിക മാഡത്തിന്റെ കുറെ മിസ്ഡ് കോൾസ് ഉണ്ടായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോ കോൾ കണക്ട് ആവുന്നില്ല. അവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും. ഞാൻ ഇറങ്ങാം. അല്ല രാജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.